അസ്സലാമു അലൈക്കും. നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞു. ആളുകളുടെ വോട്ടുകൾ യന്ത്രത്തിനുള്ളിലായി കഴിഞ്ഞിരിക്കുകയാണ്. റിസൾട്ടിന് വേണ്ടി ജിജ്ഞാസയോടുകൂടി അക്ഷമരായി കാത്തിരിക്കുന്ന സന്ദർഭമാണിത്. ഇവിടെ മുസ്ലിം ലീഗ് കൂടി പങ്കാളികളായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുള്ളത്. മുസ്ലിം ലീഗിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാർട്ടി ഘടന ഏതാണ്ട് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ രാഷ്ട്ര അധികാര ഘടന പോലെയാണ്. തെരഞ്ഞെടുപ്പും അതുപോലെ മറ്റ് നടപടിക്രമങ്ങളുമൊക്കെ ഏതോ നിലയിൽ ഉണ്ടെങ്കിൽ പോലും ആത്യന്തികമായി പാർട്ടിയുടെ ഭരണാധികാരി അല്ലെങ്കിൽ പാർട്ടിയുടെ പരമ അധികാരി എന്ന് പറയുന്നത്, ആത്യന്തിക തീരുമാന കേന്ദ്രം എന്ന് പറയുന്നത് പാണക്കാട് കുടുംബമാണ്. പാണക്കാട് കുടുംബം കേരളത്തിൻ്റെ ആത്മീയ നേതൃത്വമാണ്, കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് എന്നാണ് കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ, ഒരു ബഹുസ്വര സമൂഹത്തിലെ രാഷ്ട്രീയ ഭാഗധേയം നിർണയിക്കുന്ന, ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ പങ്കാളികളാകുന്ന മുസ്ലിങ്ങളെ ഈ ഒരു ഘടനയിൽ പങ്കാളികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയുടെ പരമാധ്യക്ഷൻ ഒരു ആത്മീയ നേതാവായിരിക്കുക എന്നുള്ളത്, ഒരു സയ്യിദായിരിക്കുക എന്നുള്ളതിന്, അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഇറാനിലെ വിലായത്തെ ഫഖീഹ് സംവിധാനത്തോട് സമാനതയുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പാർലമെന്റിനും അവിടുത്തെ പ്രസിഡന്റിനും അവിടുത്തെ ജുഡീഷ്യറിക്കും അവിടുത്തെ പട്ടാളത്തിനും എല്ലാം മുകളിലുള്ള ഒരു അധികാര കേന്ദ്രമാണ് അവിടുത്തെ പുരോഹിതൻ എന്ന് പറയുന്നത്, ഫഖീഹ് എന്ന് പറയുന്നത്. അത് ഈ അടുത്ത നാൾ വരെ ആയത്തുള്ള അലി ഖാംനെഈ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗാനന്തരം ഇപ്പോൾ മുജ്തബ ഖാംനെഈ ആണ്. ഇതുപോലെയുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും നിലനിന്ന് വരുന്നത്. ഇത് മാറേണ്ടതുണ്ട് എന്നാണ് വിനയപുരസ്സരം പറയാനുള്ളത്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ബഹുസ്വര ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളെ പരമാവധി ഭാരതീയവൽക്കരിക്കുക, അവരെ മതേതരവൽക്കരിക്കുക, അവരെ ദേശീയവൽക്കരിക്കുക, അവരെ ബഹുസ്വരവൽക്കരിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നിയോഗം തന്നെ അതാണ്. മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാര് തീവ്രവാദത്തിലേക്ക് പോകാതിരിക്കുന്നത്, വൈകാരികതയിലേക്ക് പോകാതിരിക്കുന്നത്, അപക്വമായി പെരുമാറാതിരിക്കുന്നത്, വിവേകത്തിന്റെ മാർഗം അവർ കൈവിടാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മുസ്ലിം ലീഗിന്റെ പരമാധ്യക്ഷൻ KM ഷാജിയെ പോലെയുള്ള ഒരു തികഞ്ഞ ഭാരതീയതയുടെ ഐക്കൺ ആയിരിക്കണം, ഒരു മതേതരത്വത്തിന്റെ ഉടൽ രൂപം ആയിരിക്കണം, ആത്മീയതയുടെയോ മതാത്മകതയുടെയോ സ്പർശലേശം ഇല്ലാത്ത ഒരു തികഞ്ഞ ജനാധിപത്യവാദി ആയിരിക്കണം. ഒരു അനുകരണീയനായ മാതൃകായോഗ്യനായ ഇന്ത്യൻ മുസ്ലിം എങ്ങനെയായിരിക്കണം ദേശീയവൽക്കരിക്കപ്പെടേണ്ടത് എന്നുള്ളതിന് KM ഷാജിയെ നോക്കിയാൽ മതി. അങ്ങനെയുള്ള KM ഷാജി നേതൃത്വം കൊടുക്കുന്ന പരമാധ്യക്ഷനായിട്ടുള്ള ഒരു മുസ്ലിം ലീഗിനാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഇന്ത്യൻ വൽക്കരണം, ഭാരതീയവൽക്കരണം എന്നുള്ളത് ഏറ്റവും കാര്യക്ഷമമായും ഏറ്റവും സാർത്ഥകമായും നിർവഹിക്കാൻ കഴിയുക. മുസ്ലിം ലീഗിന്റെ ഹൈപ്പവർ കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ സെക്രട്ടേറിയറ്റോ ഒക്കെ സാങ്കേതികമായി എന്തെല്ലാം ചർച്ച ചെയ്താലും എന്തെല്ലാം തീരുമാനിച്ചാലും അന്തിമമായി തീരുമാനം പാണക്കാട് തങ്ങൾക്ക് വിടുന്ന ഒരു രീതിയാണല്ലോ മുസ്ലിം ലീഗിലുള്ളത്.
അപ്പൊ അത് ഈ ഭാരതത്തിന്റെ ജനാധിപത്യ മതേതര ദേശീയ ആ സ്വഭാവവുമായി എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകുമെന്നുള്ളത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ദേശീയതയുടെയും ഒരുപാട് പേറ്റുനോവുകൾ അനുഭവിച്ച മുസ്ലിം ലീഗിനോടൊപ്പം ഇപ്പോൾ ഉള്ള നമ്മുടെ ബഹുമാന്യരായ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ചോദിച്ചാൽ മതി. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ദേശീയതയും നിർവചിച്ച് അവര് ഒരുപാട് വിഷണ്ണരായിട്ടുണ്ട്. അപ്പോ എതിർക്കപ്പെടണം. മൗദൂദി സാഹിബ് എതിർത്ത ജനാധിപത്യം, മൗദൂദി സാഹിബ് എതിർത്ത മതേതരത്വം എന്ന് പറയുന്നത് പാശ്ചാത്യ മതേതരത്വമാണ്, പാശ്ചാത്യ ജനാധിപത്യമാണ്. അതേസമയം ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് അത് മതങ്ങൾക്കെതിരല്ല. ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തിൽ മനുഷ്യർ കൈയിടലല്ല, അതിൽ ശിർക്ക് വരൂല എന്നുള്ള നിലയിലൊക്കെ വളരെ സുതാര്യമായ തരത്തിൽ പ്രായോഗികതയുടെ കൃത്യമായ ഒരു ചൈതന്യം പകർന്നുകൊണ്ട് ഈ പറഞ്ഞ രാഷ്ട്രത്തിന്റെ മൗലിക പ്രമാണങ്ങളെ, അടിസ്ഥാന തത്വങ്ങളെ നിർവചിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ അഭിമാനാർഹമാണ്. അപ്പോൾ അതേ ജമാഅത്തെ ഇസ്ലാമിയോട് താത്വികമായ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മുസ്ലിം ലീഗ് സഹോദരങ്ങൾ ഒന്ന് സംസാരിച്ച് നമ്മുടെ KM ഷാജിയെ പോലെ, അല്ലെങ്കിൽ PK ഫിറോസിനെ പോലെ, അല്ലെങ്കിൽ MK മുനീർ സാഹിബ് അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ആളുകൾ ലീഗിന്റെ പരമാധികാര സ്ഥാനത്ത്, ഏറ്റവും കുഞ്ചിക സ്ഥാനത്ത് വന്നാലാണ് മുസ്ലിം ലീഗിന് അതിൽ അർപ്പിതമായിട്ടുള്ള, മുസ്ലിം ലീഗിൽ നിന്ന് കാലം ആവശ്യപ്പെടുന്ന, ഈ രാഷ്ട്രം ആവശ്യപ്പെടുന്ന ആ ദൗത്യങ്ങൾ ഏറ്റവും സഫലമായ രൂപത്തിൽ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വോട്ടെണ്ണാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. നേരത്തെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ മുസ്ലിം ലീഗിന്റെ മീറ്റിംഗ് തുടങ്ങാൻ നേരത്ത് ഒരാള് അൽഫാത്തിഹ വിളിക്കും, ഒരു മൊല്ലാക്ക ദുആ ചെയ്യും, എന്നിട്ടാണ് തലയിൽ മുണ്ടൊക്കെ തട്ടമുണ്ടൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ദുആയൊക്കെ ചെയ്തിട്ടാണ് ലീഗിന്റെ യോഗം തുടങ്ങുക. അപ്പൊ അവിടെ നിന്ന് പോന്ന് തീർത്തും മതേതരമായ ഒരു പ്രതലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മതാത്മകത ആരോപിക്കപ്പെടുന്ന SDPI-യിൽ നിന്നും, വേണമെങ്കിൽ വെൽഫെയർ പാർട്ടിയിൽ നിന്നും, PDP-യിൽ നിന്നുമൊക്കെ മതേതരമായി മാത്രം തങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും മനോവ്യാപാരങ്ങളെയും വൈകാരികമായ എല്ലാ വിജൃംഭണങ്ങളെയും ക്രമീകരിച്ചിട്ടുള്ള ആളുകൾ, തുളസീധരം പള്ളിക്കലിനെ പോലെയുള്ള പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട ആളുകളൊക്കെ മുസ്ലിം ലീഗിലേക്ക് വന്ന് അടിഞ്ഞുകൂടിയിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ മുസ്ലിം ലീഗിലേക്ക് വന്നത് നമ്മുടെ ഈ ഹമീദ് വാണിമേൽ ലീഗിലേക്ക് വന്ന പോലെ അതൊരു കല്ലുറാത്തുൽ മർമിയി ഫിൽ ഹവ ആയിട്ട് ഒതുങ്ങിപ്പോകാതെ മതേതരത്വത്തിന്റെയും ദേശീയതയുടെയും ജനാധിപത്യത്തിന്റെയും വിവേകത്തിന്റെയും പക്വതയുടെയും വികാരരാഹിത്യത്തിന്റെയും പാഠങ്ങൾ ഓരോന്നായിട്ട് മുത്തവരിദ്, നൂറുൽ അബ്സാർ, ഉംദ, ഫത്ഹുൽ മുഈനൊക്കെ ചൊല്ലിക്കൊടുക്കുന്നത് പോലെ ആ തുളസീധരം പള്ളിക്കലിനും, അതുപോലെ ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തു എൻ്റെ പൊന്നെ ഒന്നോര ആൾക്കാരാ ലീഗിലേക്ക് വന്നത്, അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഈ രാഷ്ട്രത്തിന് ഒരു മുതൽക്കൂട്ടാക്കി അവരെയൊക്കെ മാറ്റണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.